സംസ്ഥാനത്തെ ധനപ്രതിസന്ധി ചർച്ച ചെയ്ത് നിയമസഭ. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കണക്കുകൾ സഹിതം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സഭയിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപിച്ച പ്രതിപക്ഷം ചർച്ചയിൽ കേന്ദ്രത്തെ വിമർശിക്കാൻ തയ്യാറാകാത്തതും ശ്രദ്ധേയമായി. അടിയന്തര പ്രമേയം സഭ തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ആരോപിക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം വെട്ടിലായി. തുടർച്ചയായി പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നൊരു നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും ഇതിൻ്റെ പ്രമേയത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചയിൽ ഭരണ പ്രതിപക്ഷത്തു നിന്നും 12 പേർ സംസാരിച്ചു. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ തെറ്റായ നടപടികളാണെന്ന് ഭരണപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒപ്പം കേന്ദ്രത്തിനെതിരായി സംസ്ഥാന സർക്കാർ ദില്ലിയിൽ നടത്തുന്ന സമരത്തിൽ പ്രതിപക്ഷം ഭാഗമാകാത്തതിനെയും വിമർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ച ഓരോ അംഗങ്ങളും ആരോപിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടികളെ രൂക്ഷമായി വിമർശിക്കാൻ ആരും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സമരത്തിന്റെ ഭാഗമാകാമായിരുന്നു എന്ന നിലപാടാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചത്. ഞങ്ങളെ പ്രക്ഷോഭത്തിന് ഡൽഹിക്ക് പ്രക്ഷോഭത്തിന് വിളിച്ച സമയം എപ്പോഴാണ്? ഇപ്പം എങ്ങനെ പ്രക്ഷോഭത്തിന് വരാൻ കഴിയുമോ ഒന്നിച്ച്? കാരണം ഇപ്പോൾ ഒന്നിച്ച് പ്രക്ഷോഭത്തിന് വരുന്ന സമരമല്ല, നമ്മൾ മത്സരിക്കാൻ പോണ സമയമാണ്. അങ്ങനെ പ്രക്ഷോഭത്തിന് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആകാമായിരുന്നു. പിന്നെ 57,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് തരാനുള്ളതിൽ വെട്ടിക്കുറച്ചത്. പ്രതിപക്ഷം ഉന്നയിച്ച കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക നൽകുമ്പോൾ ചിറ്റമ്പ നയമാണ് കേന്ദ്രം സംസ്ഥാനത്തോട് സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ദില്ലിയിലെ സമരത്തിൽ സർക്കാരിനൊപ്പം പങ്കെടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ലെങ്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലെങ്കിലും കേന്ദ്രത്തിനെതിരായി പ്രതിഷേധിച്ചുകൂടെയെന്നും ധനമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചു. ധനകാര്യ പ്രതിസന്ധിയാ, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. അങ്ങനൊരു അവസ്ഥയല്ല എന്ന് പറയുമ്പം കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ളത് പറയാതിരിക്കണോ? കേരളത്തിന് കിട്ടേണ്ട ഈ പണം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു. 57,000 എന്ന സംസ്ഥാന സർക്കാർ പറയുന്ന കണക്ക് തെറ്റാണ് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഒപ്പം ലൈഫ് മിഷനു വേണ്ടി സർക്കാർ തുച്ഛമായ തുകയാണ് നൽകുന്നതെന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. വേറൊരു എം.എൽ.എ സംസാരിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ഒരാൾ 7-ാം മാസത്തിൽ 3,100 കോടി പറയുന്നു. രണ്ടാമത്തെ ആൾ മുൻ ധനകാര്യമന്ത്രി 5,100 കോടി പറയുന്നു. ഇവിടെ വന്നിട്ട് 57,000 കോടി 61,000 കോടി എന്ന് പറയും. ഏത് കണക്കാണെന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. പ്രതിപക്ഷത്തിന്റെ വാദം പൊളിച്ച് മന്ത്രി എം.ബി. രാജേഷ് ലൈഫ് ഭവന പദ്ധതിയുടെ കണക്കുകൾ സഭയിൽ വിശദീകരിച്ചതും പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം സഭ തള്ളി. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.